ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? കലശം കാണാൻ പോയ വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ശ്രീ മടിയൻകുലത്ത് കലശം കാണാൻ പോകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഞാൻ അവിടെ എത്തിയത്. കാരണം തലേ ദിവസം അവത്തേ കലശത്തിൻ്റെ അന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂട്ടി പെട്ടെന്ന് എന്നെ ഒന്ന് വീഡിയോ കോൾ വിളിച്ചു. അപ്പോഴത്തേക്ക് ഇതേ എല്ലാവരും മടിയൻകുലത്ത് അവത്തേ കലശം കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹം, എനിക്കും കൂടി പോകണമെന്ന്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പിറ്റേ ദിവസം ഞാൻ കലശം കാണാൻ പോയി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയും കാണും, ഈശ്വരനെയും കാണും, കലശവും കാണും. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് മടിയൻകുലത്ത് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താ, അകത്തൊന്നും കയറാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു. ഓരോ വിധത്തിൽ എവിടെയൊക്കെയോ നിന്ന് കണ്ടു. അങ്ങനെ ഈശ്വരൻ്റെ മുടി നിവർന്നു. ഒരുപാട് സന്തോഷമായി. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ഈശ്വരനെ കാണുന്നത്. എന്നും എൻ്റെ വായിൽ ആദ്യം വരുന്നത് ഈശ്വരാ രക്ഷിക്കണേ എന്നാണ് കേട്ടോ. അപ്പോൾ ആ ഈശ്വരനെ കാണാനും പറ്റി. പിന്നെ അതോടൊപ്പം നടയിൽ ഭഗവതി, കാളരാത്രി അമ്മ, ഈ ദൈവത്തിൻ്റെയൊക്കെ തിരുമുടി ഉയർന്നു. അങ്ങനെ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ ആ തിരക്കിനിടയിൽ ഇങ്ങനെ എത്തി നോക്കി അമ്മയെയും ഈശ്വരനെയൊക്കെ ഒരു നോക്ക് കണ്ടു. അതോടൊപ്പം തന്നെ കലശത്തിൻ്റെ വരവും വളരെ ആരവത്തോടു കൂടിയുള്ള ആ കലശത്തിൻ്റെ വരവൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. ഒരുപാട് ആൾക്കാർ എത്രയോ കഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് പോയി നേരത്തെ നിന്ന് അടുത്ത് നിന്ന് കാണാൻ എല്ലാവർക്കും, എന്നാലും ദൂരെ നിന്നും കാണാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഒരുപാട് സന്തോഷമായി. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. അവരെവിടെയാണ് ഉള്ളതെന്ന് നോക്കുമ്പോഴത്തേക്കും അവരൊക്കെ നേരത്തെ പോയി അകത്ത് സ്ഥലം പിടിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ അകത്തേക്ക് പോകാനും പറ്റില്ല, അവർക്കാണെങ്കിൽ പുറത്തേക്ക് വരാനും ബുദ്ധിമുട്ട്. കാരണം അത്രയ്ക്കും തിരക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ, നമ്മളിപ്പോൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അവരെ. അതിനിടയിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരെ കണ്ടു, പഴയ കുറേ ആൾക്കാർ. പലർക്കും പെട്ടെന്ന്, എന്നാലും എൻ്റെ എല്ലാവർക്കും മനസ്സിലായി കേട്ടോ. എവിടെയാണ് ഇപ്പോൾ കാണാനില്ല, സുഖമാണോ അതൊക്കെ ചോദിച്ച് പണ്ടേ അറിയുന്ന ആൾക്കാർ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കലശത്തിന് ഒരുപാട് പോയതാണ്. കൂലോത്ത കലശം എന്ന് പറഞ്ഞാൽ, കൂലോത്ത പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിരുന്നു. അതായിരുന്നു നമ്മുടെ ഏറ്റവും ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ പോകാനും സമയമില്ല. നമ്മൾ അവിടെ നിന്ന് മാറിയത് കൊണ്ട് അങ്ങോട്ട് പോവാറില്ല. അങ്ങനെ നമ്മൾ ഈശ്വരനെ കണ്ടു, അമ്മ, നടയിൽ ഭഗവതി, കാളരാത്രി അമ്മാവയൊക്കെ കണ്ടിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ വന്നു. അങ്ങനെ ആദ്യം കണ്ടത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സരിതയാണ് കേട്ടോ. അവളെയും കണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ കുശലം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് വരുന്ന ഒരാൾ നമ്മളെ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടതാണ്. അനു നമ്മളെ കണ്ടത് ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു. എന്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അനു അവിടെ കാണുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോഴും പിന്നെ അതേ വരുന്നു അനില. അങ്ങനെ അനിലയും കണ്ട് കുറേ സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ താരം ആ സജിനി വരുന്നു. സജിനി വന്നാൽ പിന്നെ പറയണ്ട, അവൾ സംസാരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മറ്റേ ടീം വിളിക്കുന്നുണ്ടായിരുന്നു. എവിടെയാ? അതിനിടയിൽ അനുവിൻ്റെ അമ്മയോടൊക്കെ സംസാരിച്ചിട്ടോ. അപ്പോൾ അനുവിൻ്റെ അമ്മേനൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ മറ്റേ ടീം അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കുടിവെള്ളത്തിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെവിടെയാണ്? അങ്ങനെ കുടിവെള്ളം പരിധി നമ്മൾ വീണ്ടും കുറച്ച് കുശലാന്വേഷണം പറഞ്ഞുകൊണ്ട് വീണ്ടും നടന്നു പോവുകയാണ്. അതേ അവിടെ നിൽക്കുന്ന 2-3 ടീം അവരെയും കണ്ടു. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാ ഫ്രണ്ട്സിനെയും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ഒരു കാലം ഓർമ്മ വന്നു. അങ്ങനെ എല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അങ്ങനെ എല്ലാവരും കണ്ടതിന് ശേഷം എല്ലാവർക്കും ഒന്നുകൂടി കാണണം, ഒന്നുകൂടി നമുക്ക് കൂടണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ പറഞ്ഞു പോയിട്ടോ. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതായിരുന്നു, കലശം കാണൽ. കലശം ഈശ്വരനെയും കാണുന്നതിനോടൊപ്പം തന്നെ എൻ്റെ കുറേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും കാണാൻ പറ്റി. ഓക്കെ, അപ്പോൾ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ബൈ.